തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. ഹൃദയമില്ലാത്ത ദൈവങ്ങൾ ഹൃദയമില്ലാത്ത മനുഷ്യരെക്കാൾ അപകടകാരികളാണ്. അവർ മനുഷ്യർക്കിടയിൽ മതിലുകൾ തീർക്കും, അവരെ തമ്മിൽ പോരടിപ്പിക്കും. തന്നിൽ വിശ്വസിക്കാത്തവരെ കൊന്നൊടുക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യും. കുറേ മനുഷ്യരെ താഴ്ന്ന ജാതിയിലും കുലത്തിലും വർണ്ണത്തിലും ജനിപ്പിച്ച് മറ്റുള്ളവരുടെ അടിമകളാക്കും. മനുഷ്യരുടെ തോളിൽ അവർക്ക് വഹിക്കാനാവാത്ത നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും നുകം കയറ്റിവെക്കും. തെറ്റുകൾക്ക് അസഹിഷ്ണുതയോടെ തലമുറകളോളം പ്രതികാരം ചെയ്യും. ദൈവത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പങ്ങളൊന്നും അത്ര ശരിയല്ല എന്ന് വെളിപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഇവിടെ പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന എന്നതിന് മൂലഭാഷയിൽ ഗ്രീക്കിൽ എയ്സ് തോൺ കോൾപോൺ എന്നാണ് പ്രയോഗിച്ചിരിക്കുക. പിതാവിൻ്റെ വക്ഷസ്സിലേക്കായിരിക്കുന്ന പുത്രൻ എന്നാണ് ഇതിനർത്ഥം. പിതാവായ ദൈവത്തിൻ്റെ നെഞ്ചിടിപ്പുകൾ നേരിട്ടറിയുന്ന പുത്രൻ വെളിപ്പെടുത്തിയ ദൈവത്തിന് പക്ഷേ ഹൃദയമുണ്ടായിരുന്നു. ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ ഒരുപോലെ ഈ ഹൃദയം മഴ പെയ്യ്ക്കും, ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കും. തെറ്റ് ചെയ്യുന്നവരെ ശപിച്ചില്ലാതാക്കുകയല്ല, അവരുടെ തിരിച്ചുവരവിൻ്റെ കാലടി ശബ്ദത്തിനായി ഈ ഹൃദയം കാത്തിരിക്കും. അവർ തിരിച്ചെത്തുമ്പോൾ സ്നേഹം ദൂർത്തടിച്ച് വിരുന്നൊരുക്കും. ദൈവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് മനുഷ്യരുടെ സാധാരണ ജീവിതങ്ങളിലേക്ക്, മീൻ മണക്കുന്ന മുക്കുവ കുടിലുകളിലേക്ക് പോലും, അവൻ്റെ പൊട്ടിച്ചിരികളിലേക്ക്, അവൻ്റെ കണ്ണീരിലേക്ക് ഈ ദൈവം ഇറങ്ങി വരും. അതുവരെ അകറ്റി നിർത്തിയവരോടൊപ്പം അവൻ അത്താഴമുണ്ട്. അവരെ കാത്ത് നട്ടുച്ചയ്ക്ക് ദാഹത്തോടെ കിണറ്റിൻകരയിൽ കാത്തിരുന്നു. ആഢ്യത്വത്തിൻ്റെ മേനി പറഞ്ഞിരുന്നവരോട് ഈ ജീവിതങ്ങളുടെ പുണ്യകഥകൾ അവൻ പങ്കുവച്ചു. വേദനിക്കുന്ന മനുഷ്യജീവിതങ്ങളെ ചേർത്തുപിടിക്കാൻ മതത്തിൻ്റെ ചട്ടങ്ങളെ അവൻ നിരന്തരം ലംഘിച്ചു. നിയമങ്ങളുടെ കല്ലേറുകളിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നിലത്തെഴുത്തുകൊണ്ട് അവൻ ജീവിതങ്ങളെ രക്ഷിച്ചു. ജീവിത പങ്കാളി പോലും സ്പർശിക്കാൻ മടിച്ച് അകറ്റി നിർത്തിയവരെ കൈനീട്ടി തൊട്ട് അവൻ കൂടെ കൂട്ടി. കണ്ണീര് പൊഴിക്കുന്നവരോടൊപ്പം അവനും കണ്ണീർ വാർത്തു. 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്നുകൂടെ എന്ന് ആ ഹൃദയം പരിഭവിച്ചു. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തവനെയും സ്നേഹിത എന്നേ ഈ ദൈവത്തിന് വിളിക്കാൻ കഴിഞ്ഞുള്ളൂ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ പ്രാണനെടുക്കാൻ കഷ്ടപ്പെട്ട് കിടന്ന് പിടയുമ്പോഴും തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി ഉന്നതങ്ങളിലേക്ക് അവൻ മിഴികൾ ഉയർത്തി. ഇത്രയൊക്കെ ആയിട്ടും ദൈവത്തിന് ഹൃദയമുണ്ടോ എന്ന് സംശയിച്ച മനുഷ്യൻ അവൻ്റെ വിലാവിലേക്ക് കുന്തം കുത്തിയിറക്കിയപ്പോൾ അടിത്തട്ടിൽ ഊറിക്കിടന്നിരുന്ന അവസാനത്തുള്ളി രക്തവും വെള്ളവും പോലും ആ ഹൃദയം മനുഷ്യർക്കായി പൊഴിച്ചു. യേശു തൻ്റെ മനുഷ്യായുസ് കൊണ്ട് ദൈവത്തെക്കുറിച്ച് നടത്തിയ വെളിപാടുകളുടെ ആകെ തുകയാണ് ഈശോയുടെ തിരുഹൃദയം. തനിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മിടിച്ചുകൊണ്ടിരിക്കുന്ന, അർഹതയില്ലാത്തവർക്ക് വേണ്ടി കൂടെ നിണമൊഴുക്കിക്കൊണ്ടിരിക്കുന്ന, അതിരുകളില്ലാതെ എല്ലാവരിലേക്കും കത്തിപ്പടരുന്ന ദൈവത്തിൻ്റെ കാരുണ്യം നിറഞ്ഞ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയം. എപ്പോഴാണോ ഈ ദൈവത്തെ പോലെ മറ്റുള്ളവരെ കാത്തിരിക്കാൻ, അവരോട് പൊറുക്കാൻ, അവർക്ക് വേണ്ടി കുറഞ്ഞില്ലാതാകാൻ,
സ്വന്തം ജീവിതം അവർക്കായി ബലിയായി അർപ്പിക്കാൻ നാം തയ്യാറാകുന്നത്, അപ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ ഈ തിരുഹൃദയത്തോട് ചേർന്ന് മിടിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി രൂപാന്തരപ്പെടുക.